നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കൊരു കറി വെക്കാം. മാങ്ങയും തക്കാളിയും കൂടിയിട്ട് വെക്കാമെന്ന് അന്ന് ജയശ്രീ പറഞ്ഞിരുന്നല്ലോ. അന്ന് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ എന്തായാലും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് രണ്ടാമത് വെക്കാൻ പോവാണ് കേട്ടോ. മാങ്ങയും തക്കാളിയും കൂടിയിട്ട് അടിപൊളി ഒരു കറി. ഓക്കെ, മാങ്ങ തൊലിച്ചെത്തിയിട്ട് ഒന്ന് കഴുകി പൂളി ഇതാ ഇങ്ങനെ കനം കുറച്ച് കഷ്ണങ്ങളാക്കാം. നമുക്ക് എല്ലാം നുറുക്കി കഴിഞ്ഞു കേട്ടോ. ഒരു മാങ്ങ ഉണ്ട്, അധികം പുളിയില്ല, ചെറുതായിട്ട് പുളിയുള്ളൂ കേട്ടോ. അതിന് നുറുക്കിയ മാങ്ങ ഈ പാത്രത്തിലേക്ക് ഇട്ടു. ഇനി തക്കാളി കഴുകി ഇതിൻ്റെ ഈ ഭാഗമൊക്കെ ചെത്തിക്കളഞ്ഞ് 2 തക്കാളി എടുക്കാം കേട്ടോ. ഇതിലേക്ക് നീളത്തിൽ ഇങ്ങനെ കീറിയിടാം. ഇതാ ഇപ്പോൾ തക്കാളിയും ഇതുപോലെ കീറിയിട്ടു. ഇനി 2 പച്ചമുളക് നീളത്തിൽ കീറിയിടാം. അതിലേക്ക് നീളം കൂടിയതാണെങ്കിൽ 2ആക്കി ഇങ്ങനെ മുറിച്ചിടാം. അപ്പം പച്ചമുളകായി. ഇനി കറിവേപ്പിലയും അതിലേക്ക് ഒരെണ്ണം ഊരിയിട്ടു. ഇനി കുറച്ച് ഇഞ്ചി ഇടണം കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞ് ഇതേപോലെ പൊളിച്ച് ചെറിയ പീസസ് പീസാക്കിയാൽ മാത്രം പോരാ, ഒന്ന് ചതയ്ക്കും വേണം കേട്ടോ. എന്നാലും ശരിക്കും അതിൻ്റെ ജ്യൂസിൻ്റെ ഇറങ്ങി വരുള്ളൂ. വെറുതെ കഷ്ണമാക്കിയാൽ പോരാ. അപ്പം നുറുക്കിയ മാങ്ങയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇടാം. കണ്ടോ, ഇത്രയുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചിടണം. നുറുക്കി വെച്ച ഇഞ്ചി ഉണ്ടല്ലോ, ചതച്ചിടാം. പിന്നെ ഒരു സവാളയും ചെറുതാക്കി നുറുക്കി ഇടണം. ഇഞ്ചി ഞാൻ ഈ പലകേമ തന്നെ വെച്ചൊന്ന് ചതക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ചതച്ചാലാണ് അതിൻ്റെ ജ്യൂസ് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇഞ്ചി ചതച്ചു, അത് ഇതിലേക്കിട്ടു. ഇനി ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള നന്നായി വൃത്തിയാക്കി കഴുകി വച്ചിരിക്കേണ്ടതാണ്. ചെറുതായിട്ടിങ്ങനെ അരിയുക, കനം കുറച്ച് നീളത്തിലരിയുക. ഇതിലേക്കിട്ടു. കണ്ടോ, കനം കുറച്ച് ഇഞ്ചിയുണ്ട്, സവാളയുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം എല്ലാതും ആയി. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടു. ഇപ്പം എല്ലാം ചേർത്തു. കണ്ടോ, മിക്സ് ചെയ്യാം. നന്നായിട്ട് കൈ കൊണ്ടൊന്നിങ്ങനെ ഞരടി കൊടുക്കുക. എല്ലാ ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ കഷ്ണത്തേമേ അങ്ങോട്ട് പിടിക്കട്ടെ. ബെസ്റ്റായിട്ട് ഞരടി കൊടുക്കുക. നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്ന് വെള്ളം ഒഴിച്ച് നോക്കാം. പോരാ, 1 ഗ്ലാസ് വെള്ളം പോരാ കേട്ടോ. കണ്ടോ, ഇത്ര വെള്ളമേ ഉള്ളൂ, വേവണ്ടേ. 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം. യെസ്, ഒക്കെ ഒഴിച്ചു കേട്ടോ. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. പാകത്തിന് വെള്ളമായി. കണ്ടോ. ഇനി നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. വെച്ചു. നന്നായിട്ട് തിളച്ച് ഒന്ന് വേവട്ടെ. അടച്ച് വയ്ക്കാം കേട്ടോ. അടച്ച് വെച്ചു, തിളച്ച് വേവട്ടെ. അപ്പോഴേക്കും നമുക്കിനി വേവുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമുള്ള നാളികേരത്തിൻ്റെ പാലെടുക്കാം കേട്ടോ. കുറച്ച് നാളികേരം, 1 മുറി നാളികേരം ചെറിയതുണ്ട്. അതിന് 1/4 പാലെടുക്കാനായിട്ട് ഒരിത്തിരി വെള്ളം, ജസ്റ്റ് കുറച്ച് ഒരു കൈ വെള്ളമുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് അടിച്ചിട്ട് കണ്ടോ. ഇത് ആദ്യത്തെ പാലാണ് കേട്ടോ, കട്ടിയുള്ള പാലാണിത് കേട്ടോ. തെമ്പാൽ എന്ന് പറയും. ഫസ്റ്റ് പാൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ പിഴിഞ്ഞ് എടുക്കാം. ഇനി അത് അരിച്ച് ഈ ചെറിയ പാത്രത്തിലാക്കി വെക്കാം കേട്ടോ. കുറച്ചേ ഉള്ളൂ, പക്ഷെ നല്ല കട്ടിയുള്ള പാലാണല്ലോ. കണ്ടോ, ഇതിൽ അരപ്പാത്രമേ ഉള്ളൂ കേട്ടോ. എങ്കിലും സൂപ്പർ പാലാണ്. അത് അവസാനം ഒഴിക്കേണ്ടതാണ്. ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നോക്കട്ടെ. അത്
തിളച്ചു നന്നായിട്ട്. എന്നാലും വെന്തിട്ടില്ല കേട്ടോ, ഒന്നും കൂടി വേവാനുണ്ട്. വീണ്ടും നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ. യെസ്, വേവട്ടെ. നമുക്ക് ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ട് അടിക്കുക, ബെസ്റ്റായിട്ട് അടിച്ചെടുത്തു. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, നിറയെ കിട്ടി കേട്ടോ. പീര കളയാം. അപ്പോൾ ഒരു ഗ്ലാസ് സെക്കൻഡ് പാലും ഒരു ഗ്ലാസ് ഇത്തിരി ഫസ്റ്റ് പാലും. നോക്കട്ടെ എന്തായി. ആവണേ ഉള്ളൂ, ഒന്നും കൂടി വേവാനുണ്ട്. തുറന്നു. ഇപ്പം എങ്ങനെയുണ്ട്? വെന്തുണ്ട് അല്ലേ? വെള്ളമൊക്കെ നല്ല പാകത്തിനാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് സെക്കൻഡ് പാൽ ഒഴിക്കാം. ഒരു ഗ്ലാസ് സെക്കൻഡ് പാലാണ് കേട്ടോ, നാളികേരത്തിൻ്റെ പാല് സെക്കൻഡ്. ഇപ്പോൾ ആവശ്യത്തിൽ അധികം വെള്ളമുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ചൊന്ന് കുറുകട്ടെ. പാലൊന്ന് വേവണം, നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇപ്പം നോക്കൂ, കുറച്ച് നേരമായി തിളച്ച് തുടങ്ങിയിട്ട്. കണ്ടോ, വെള്ളം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വാങ്ങാറാകുമ്പോഴേക്കും അതിലേക്ക് മൂപ്പിക്കാനുള്ള ഉള്ളി വട്ടത്തിൽ അരിഞ്ഞ് വയ്ക്കാം. ഒരു 3-4 ഉള്ളി ഉണ്ട് കേട്ടോ. ഇപ്പം നോക്കൂ, നന്നായിട്ട് തിളച്ചു, വെള്ളം വറ്റിയിട്ടാ. ഇനി ചട്ടിയിലിരുന്നിട്ട് നന്നായിട്ട് വറ്റും. അപ്പം നമുക്കിനി ഫസ്റ്റ് പാൽ ഒഴിക്കാം. ഫസ്റ്റ് പാല് നല്ല കട്ടിയുള്ളതാണ്. ഇതൊഴിച്ചതിന് ശേഷം പിന്നെ തിളയ്ക്കണ്ട, ഒന്ന് ഇളക്കിയിട്ട് വാങ്ങി വയ്ക്കാം. യെസ്, ഇനി നമുക്ക് ഉള്ളി മൂപ്പിക്കണം. ഉള്ളി മൂപ്പിക്കാനായിട്ട് ഞാൻ പാത്രം വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ഉള്ളി ഇട്ടു, ഇത് മൂക്കട്ടെ. ഒരു കറിവേപ്പിലയും ഊരിയിടാം. നന്നായിട്ട് ഇളക്കാം. നല്ല ബ്രൗൺ കളറായിട്ടോ, ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതാണ് മൂത്ത്, നല്ല വാസന വന്നു. ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പം നമ്മുടെ കറി പണി കഴിഞ്ഞു. ഇത് നല്ല വാസന വന്നു അല്ലേ? നല്ല രസമുള്ള കറിയാണ് കേട്ടോ. ഇത് സൂപ്പർ കറി. 2 തക്കാളിയും 1 മാങ്ങയും. ഇനി സെക്കൻഡ് കറിയായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഈ വാഴയുടെ കുടപ്പനാണ് കേട്ടോ. വാഴക്കുടപ്പൻ, വാഴപ്പൂവ് എന്നൊക്കെ പറയും. പെട്ടെന്ന് നന്നാക്കാനുള്ള പണി ഇതാണ്. താത്തി ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിതിൻ്റെ ഈ പോള ഇങ്ങനെ ഊരിക്കളയാൻ പറ്റും. ചുമന്ന നിറമുള്ള പോളയൊക്കെ പെട്ടെന്ന് നമുക്ക് നീക്കം ചെയ്യാം. വെളുപ്പ് നിറം വന്നു. ഇത്തിരി ചുവപ്പുണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2 ഇങ്ങനെ മുറിച്ചു. പെട്ടെന്ന് അരിയാനുള്ള സൂത്രം ഇങ്ങനെയാണ് കേട്ടോ. കമഴ്ത്തി വെച്ചു. കൈ കൊണ്ടൊന്ന് അമർത്തി പിടിച്ചിട്ട് നീളത്തിൽ ഇങ്ങനെ കീറുക. ചെറുതായിട്ട് കനം കുറച്ചിങ്ങനെ കീറുക. അത് കഴിഞ്ഞത് അതിങ്ങനെ തിരിച്ച് വയ്ക്കുക. എന്നിട്ട് ചെറുതായിട്ട് നുറുക്കുക. കണ്ടോ, ടക്ക് പെട്ടെന്ന് പണി കഴിയും കേട്ടോ. നുറുക്കൽ കഴിഞ്ഞു ഒരെണ്ണം. ഇനി മറ്റതും കൂടി ഇതുപോലെ തന്നെ നുറുക്കുക. മുഴുവനും നുറുക്കി ഈ പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാള ഇതുപോലെ നീളത്തിൽ കീറിയിട്ട് പിന്നെ വട്ടത്തിൽ മുറിക്കുക. അപ്പോൾ ചെറിയ പീസസ് ആയിട്ട് കിട്ടും. അങ്ങനെ 2 പീസും ഇതിലേക്ക് ഇടുക. യെസ്, അതും കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പച്ചമുളകാണ് വേണ്ടത് കേട്ടോ. 2-3 പച്ചമുളക് കീറിയിടാം. 2 പച്ചയും 1 പഴുത്തതും കേട്ടോ. അതതിലേക്ക് കീറിയിട്ടു. ആയല്ലേ? ഇനി ഒരു കറിവേപ്പിലിടാം. യെസ്, എല്ലാതും ആയി. നമുക്ക് തോരൻ വെക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. വെളിച്ചെണ്ണ കുഴിച്ച് ആദ്യം 2 പപ്പടമൊക്കെ കാച്ചിയെടുത്തു കേട്ടോ. ആ വെളിച്ചെണ്ണയിൽ കടുകിട്ടു. പപ്പടം കാച്ചിയത് പെട്ടെന്ന് 1 പണി 2 പണി ഒരുമിച്ച് കഴിഞ്ഞു. കടുക് പൊട്ടിയപ്പോൾ ഉഴുന്ന് പരിപ്പിട്ടു, വറ്റൽമുളകിട്ടു. അതെല്ലാം റെഡിയായി. കണ്ടോ, ഇനി നമുക്ക് ഈ നുറുക്കി വെച്ചിരുന്നതൊക്കെ ഇട്ടു. ഇത്ര പണിയുള്ളൂ. കണ്ടോ, നന്നായിട്ട് ഇളക്കണം. നല്ലോണം ഫൈബറൊക്കെ ഉള്ള സാധനമാണ് കേട്ടോ ഇത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ടു. ഇളക്കുക. മുളക് പൊടി ഇടണ്ട കേട്ടോ, പച്ചമുളക് ഇട്ടുണ്ടല്ലോ, അത് മതി. പച്ചമുളകുണ്ട്, 1 വറ്റൽമുളകുണ്ട്.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പിട്ടു. വീണ്ടും നന്നായിട്ട് ഇളക്കുക. നമ്മൾ വെറുതെ കളയണ കൊപ്പരയാണ് കേട്ടോ. എന്ത് രസമുള്ള തോരൻ വെച്ചു അല്ലേ. ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, നന്നായിട്ട് ഇളക്കുക. അടച്ചു വയ്ക്കാം. കഴിഞ്ഞുട്ട പണി. പപ്പടം എടുത്ത് ഈ പാത്രത്തിലേക്ക് ആക്കുക. മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുക. ഇതെന്തായി നോക്കുക. ആയിട്ടുണ്ട് കേട്ടോ, വെന്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയുമായി, പപ്പടമായി, നല്ല തക്കാളി മാങ്ങക്കറിയുമായി. ഇന്നത്തെ ഉച്ചക്കലത്തെ ശാപ്പാട് അടിപൊളിയായി അല്ലേ. പണി കഴിഞ്ഞു.